उधर बैठो साहब, उधर उधर वो बैठो साहब। अस्सलामु अलैकुम। യെസ് പ്ലീസ്. മൂപ്പര് ഒന്ന് കാണണം. ഇന്ന് ഹോളിഡേ ആണ്. ബിസിയായി എന്തോ എക്സ്ട്രാ വർക്കിന് വന്നതാ. അപ്പോയിന്റ്മെന്റ്സ് ഇല്ല. അതോ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട. ഞമ്മക്കൊരു ചെറിയ കച്ചവടം ഉണ്ട്. അതിൽ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞാ മതി. പേര് മുഹമ്മദ് കുഞ്ഞി. പക്ഷെങ്കിലും മമ്മുക്കാന്ന് പറയുന്നതാണ് എളുപ്പം. മാഡം സേ മമ്മുക്ക വെയിറ്റിംഗ് യു ദ മാനേജർ. Sir, somebody here. One Mr. Mamuka. Okay, sir. നേരെ പോയാ മതി, ഇടത്തെ മതി. അറിയാം. ഫോണിൽ കൂടി എല്ലാ കാര്യവും പറയാൻ ഒക്കില്ലല്ലോ. ഇതങ്ങനെയുള്ളൊരു കേസാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ബുദ്ധിമുട്ടിക്കൂ. എല്ലാ സ്ഥലത്തും ആളുകളെ പിരിച്ചുവിടുകയാണ്. ഞാൻ തന്നെ എല്ലാം മതിയാക്കി റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് മമ്മുക്ക. പോണം. അന്യനാട്ടിൽ എത്ര നാളെന്ന് വെച്ച് കിടക്കുക. ഇനി സാറിന് അതിന്റെ ആവശ്യമില്ല. പോകുന്നതിന് മുമ്പ് നല്ലൊരു കാര്യം കൂടി ചെയ്തിട്ടാകട്ടെ. ഇനി ജോലിക്കാര്യം പറഞ്ഞാൽ എന്റെ അറബാബിന്റെ ലോഹ്യം പോകും. പഠിപ്പുണ്ട്, ചെറുപ്പം, നല്ല സ്വഭാവം, പേരുള്ള തറവാട്ടുകാരൻ. എന്നെ വിശ്വസിച്ച് ഇവിടെ വന്ന് പെട്ടുപോയി. നോക്കട്ടെ, നാളെ രാവിലെ 9 മണിക്ക് എന്നെ ഒന്ന് കാണാൻ പറയൂ. നാളെ വേണ്ട, ബുധനാഴ്ച വരാൻ പറയും. ശ്രമിക്കാമെന്നേ പറയുന്നുള്ളൂ നമുക്ക്, ഉറപ്പില്ല. അത് പറഞ്ഞു കിട്ടിയാൽ മതി. ശ്രമിച്ചാൽ നടക്കാതിരിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇക്കുറി മാപ്പാക്കണം. ഇനി ജോലിക്കാരും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരികേയില്ല. മമ്മുക്ക എത്രാമത്തെ തവണയാണ് ഇത് എന്നോട് പറയുന്നത്? നമ്മൾ 4 പേർക്ക് ഗുണം ചെയ്താൽ വയസ്സുകാലത്ത് അത് ആലോചിച്ചിരുന്നാൽ മാത്രം നമുക്ക് മനസമാധാനം ഉണ്ടാവും. അവസാനത്തെ കണക്കിൽ അത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ സാർ. ശരി. നടന്നോളി. പണിന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് വൈകണ്ട, നടക്ക്. Good morning. So you are the candidate. Yes. Name? Rajan. K. Rajagopalan. I am Alice. Go right in. Thank you. Good morning, sir. Sit down. Any experience? No, sir. You know accountancy? I will learn. I will learn fast. Please wait outside. Thank you, sir. हम इनको लेके क्या करेगा? We will try him for 6 months. He seems to be smart. मलबारी लोग से कंपनी कर लेते क्या? എല്ലാവരെയും ഞാൻ ചോദിച്ചതായിട്ട് എഴുതണോട്ടാ. നിങ്ങളുടെ മോന് തന്നെയാണ് കത്തയക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയിക്കാൻ? ഇവിടുത്തെ കഷ്ടപ്പാട് വിസ്തരിച്ച് എഴുത്. അവനിക്കൊരു NOC അയച്ചു കൊടുക്കാത്ത ഈറ കുറച്ചൊന്നുമല്ല.
ഉള്ള കൃഷി നോക്കി നടക്കുന്നതാണ് ഉത്തമമെന്ന് നിങ്ങളുടെ വകയും കൂടി ഒരു ഉപദേശം അങ്ങ് ചെല്ലട്ടെ. എന്റെ കാര്യം കഴിഞ്ഞപ്പോ തുടങ്ങിയ ഉപദേശം അവന് തോന്നി. ചെക്കന് പിരാന്താണ്. ആണായിട്ട് അവൻ ഒരുത്തനേ ഉള്ളൂ. അവൻ അവിടെ നിൽക്കട്ടെ. മാളിക അങ്ങാടി വരെ പോകാനുള്ള കാറ്. ആ പൂതി വേണ്ട. നാട്ടിൽ ചെറുമട്ടത്തിനൊക്കെ കഴിയാനുള്ള വക നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പടച്ചോൻ ഇത് നിലനിർത്തി തന്നാ മതി. അതൊക്കെ മമ്മൂക്ക എഴുതിയാ മതി. ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് വെച്ച് ഒറ്റ വാചകം കൂടി എഴുതിയത്. മേലോട്ട് നോക്കി സങ്കടപ്പെടാതെ താഴോട്ട് നോക്കി സമാധാനിക്കാണ് വേണ്ടത്. എവിടെ കഴിഞ്ഞില്ലേ രാജൻ? നടന്നോളൂ, 5 മിനിറ്റ് താമസമുണ്ട് എനിക്ക്. യെസ് പ്ലീസ്. ഞാൻ തന്നെയാണ് മമ്മൂക്ക. ഞാൻ വരാം. സ്ഥലം മനസ്സിലായി. എത്തിക്കോളാം. ശരി. കാത്തു നിൽക്കാൻ കണ്ട സ്ഥലം പറ്റി മമ്മൂക്ക. അല്ല, എന്താ ഫോണിൽ കൂടി പറയാൻ വയ്യാത്ത സ്വകാര്യം? അബുവിന്റെ കത്ത് വന്നു. എനിക്ക് വന്നില്ല. എല്ലാ വിവരത്തിനും എഴുതി അമ്മണിയെ കൊണ്ട് അടിയിൽ 2 വരിയെങ്കിലും എഴുതിച്ച് ഉടനെ മറുപടി അയക്കണമെന്ന് എഴുതിയിട്ട് നോക്കട്ടെ, എത്ര ദിവസമായി? വിവരങ്ങള് ബാപ്പ പോയി പറഞ്ഞാ മതിയെന്ന് എത്ര എളുപ്പത്തിലാണ് എഴുതിയത് പടച്ചോനെ. പറഞ്ഞോളൂ മമ്മൂക്ക. എന്ത് കേട്ടാലും സഹിക്കാൻ എനിക്ക് കഴിയും. പറയൂ മമ്മൂക്ക. പണവും കൊണ്ട് അബു പെങ്ങളുട്ടിയെ കാണാൻ ചെന്നപ്പോ കണ്ടില്ലേ? അബു കണ്ടില്ലേ? കണ്ടു. അമ്പലക്കുളത്തിൽ ശവം പൊന്തി കിടക്കുന്നതാണ് എന്റെ മോന് കാണേണ്ടി വന്നത്. മമ്മൂക്ക, എല്ലാ കയ്പും കടിച്ചിറക്കി കുറച്ചു ദിവസം കൂടെ പിടിച്ചു നിൽക്കായിരുന്നില്ലേ എന്റെ പെങ്ങളെ? പടച്ചോന്റെ കണക്കൂട്ടില് നമുക്കറിയാൻ വയ്യില്ല മക്കളെ. ഇതാ എഴുത്ത് വായിച്ചു നോക്കി. വേണ്ട, ഇക്കാര്യം ആരോടും പറയേണ്ട മമ്മൂക്ക. സഹതാപക്കാരുടെ ചോദ്യങ്ങളും വ്യാഖ്യാനങ്ങളും വേണ്ട. എന്റെ ദുഃഖം എന്റെ മാത്രം ഉള്ളിലിരിക്കട്ടെ. തനിച്ചിരുന്ന് കരഞ്ഞ ഇത്തിരി ആശ്വാസം കിട്ടുവച്ച കരഞ്ഞോളി. ചന്ദനക്കുളിർ വീശുന്ന മണിക്കാറ്റ് വന്നു, ചന്ദനക്കുളിർ വീശുന്ന മണിക്കാറ്റ് വന്നു, ചന്ദനക്കുളിർ വീശുന്ന മണിക്കാറ്റ് വന്നു. ചന്ദ്രലേഖ എഴുതിയ കവിത തന്നു തന്നു, ചന്ദ്രലേഖ എഴുതിയ കവിത തന്നു തന്നു, ചന്ദ്രലേഖ എഴുതിയ കവിത തന്നു. എന്റെ സുന്ദരാംഗി മനസ്സിന്റെ കടവിൽ നിന്നു, എന്റെ സുന്ദരാംഗി മനസ്സിന്റെ കടവിൽ നിന്നു. ചന്ദനക്കുളിർ വീശുന്ന മണിക്കാറ്റ് വന്നു, മണിക്കാറ്റ് വന്നു, മണിക്കാറ്റ് വന്നു. മാപ്പാക്കണം മമ്മൂക്ക. വർഗീസിന്റെ പാർട്ടിയാണ്. ഇന്നത്തെ ദിവസം കൂട്ടരെ മമ്മൂക്ക സമ്മതം തന്നിരിക്കുന്നു.
പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. ഇതോടെ എന്റെ ഒരു വലിയ ബാധ്യത തീർന്നു. എന്റെ സന്തോഷത്തിന് ചെറിയൊരു പാർട്ടി. ദാ. മണിമഞ്ചൽ തീർത്തു മദനപ്പൂങ്കിളിയോട് Cheers. ശരി. ഹൃദയത്തിലൊരുത്തന്റെ പുതുചിത്രമെഴുതി ഹൃദയത്തിലൊരുത്തന്റെ പുതുചിത്രമെഴുതി കടലിന്റെ അക്കരയ്ക്കായി ഭേദപ്പെട്ട വീട്ടുകാർ. ചെറുക്കനെ എനിക്കറിയാം. എനിക്ക് ആകെ ഒരു പെങ്ങളെ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് ടു യുവർ സിസ്റ്റർ. മണിക്കാറ്റ് വന്നു